ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു സമയം, ഞാനീ പറയുന്ന രണ്ടക്ഷരം, ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉരുവിട്ടാൽ കുണ്ടലിനി ശക്തി ഉണർവ് ഉണ്ടാകും. നിങ്ങളിലെ കുണ്ടലിനി ശക്തി ഉണർവുണ്ടാകും. കുണ്ടലിനി ശക്തി ഉണരും. അങ്ങനെയുള്ളൊരു വിദ്യയെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു തരാൻ ഞാൻ എന്തുകൊണ്ടിത് പറഞ്ഞു തരുന്നു, എന്നെക്കുറിച്ച് അറിയണമല്ലോ. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഞാൻ ശിവവിദ്യ ചെയ്യുന്നുണ്ട്. ഞാനൊരു ശിവയോഗിയാണ്. അത് പുറമേ കാണിക്കാൻ പറ്റത്തില്ല. അല്ല, ശിവയോഗിയാന്ന് പറഞ്ഞാൽ അത് പുറമേ കാണിക്കുന്നതല്ല ശിവയോഗം. അത് ഉള്ളിൽ ആ പ്രാണൻ ആജ്ഞയുടെ പുറകിൽ ഒരു സ്ഥലമുണ്ട്, ഒരു കേന്ദ്രമുണ്ട്. അവിടെ പ്രാണനെ സംയമനം ചെയ്യുന്നവനാണ് ശിവയോഗി. അതൊരു ശിവവിദ്യയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ്. ഏതായാലും ഞാൻ പറയുന്ന വിദ്യ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ കുണ്ടലിനിയിൽ ഉണർവുണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ അറിയാം. കൂടുതൽ സംസാരിക്കുന്നതിനകത്ത് കാര്യമുള്ളൂ. ചെയ്തു നോക്കുക. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. കുണ്ടലിനി ശക്തിയിൽ ഉണർവുണ്ടാകും. കുണ്ടലിനി ശക്തിയിൽ ഉണർവുണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മഹത്തായ ഈശ്വരാനുഗ്രഹം, സ്വാത്വിക ഗുണങ്ങൾ, സമ്പത്ത്, ഐശ്വര്യം, പ്രപഞ്ചബോധം ആ വ്യക്തി ആഗ്രഹിക്കുന്നൊക്കെ ആ വ്യക്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ, അതായത് ദേവി, കുണ്ടലിനി ശക്തി ദേവി തന്നെയാണ്. ആ ദേവി മൂലാധാരത്തിൽ നിന്നും ഉണർന്ന് എഴുന്നേറ്റ്, അല്ലെ മൂലാധാരത്തിൽ നിന്ന് മുകളിലേക്ക് കയറി സഹസ്രാരത്തിലെത്തി പതിയായ ശിവനുമായി ക്രീഡിക്കുന്നു, അല്ലെ ശിവനുമായി യോഗം ചെയ്യുന്നു. അതാണ് ശരിയായ കുണ്ടലിനി യോഗം. ഇന്ന് എവിടെ നോക്കിയാലും കുണ്ടലിനിയെക്കുറിച്ചാണ് കേൾക്കുന്നത്. എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, കുണ്ടലിനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണോ ഇല്ലയോ എന്ന്. ഞാൻ എൻ്റെ അറിവുകൾ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ അറിയുന്നത് കേൾക്കുന്നത് യഥാർത്ഥ കുണ്ടലിനിയെക്കുറിച്ചാണോ ഇല്ലയോ എന്ന്. അപ്പം എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ ഞാനീ പറയുന്നത് കേട്ടോ. ഒരു സമയം കൃത്യം ഞാൻ ആ സമയം പറയുന്നുണ്ട്. ആ സമയത്ത് രണ്ടക്ഷരം ഉരുവിട്ടാൽ കുണ്ടലിനി ശക്തി ഉണരും. ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. എത്ര നിങ്ങൾ തപസ്സിരുന്നാലും കിട്ടാത്തൊരു കാര്യം പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് സാക്ഷാൽ ശിവഭഗവാന്റെ ആ അനുഗ്രഹം നിങ്ങൾക്കെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇത് കേൾക്കാനും എനിക്ക് പറയാനും ഒക്കെ സാധിക്കുന്നത്. അല്ലേ, ഇത് സാധിക്കത്തില്ല. സാക്ഷാൽ ആ ശിവഭഗവാനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ ശിവവിദ്യ തന്നെയാണ്. അത് എങ്ങനെ ചെയ്യണം എന്നുകൂടി പറഞ്ഞു തരുന്നുണ്ട്. ആർക്കും ചെയ്യാം, ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കുണ്ടലിനി എന്താണ്, അത് എങ്ങനെയാണ് ഉണർത്തുന്നത്, അതേത് സമയമാണ്, എന്താണ് ചെയ്യേണ്ടത്, പ്രാണൻ എന്താണ്, ബോധം എന്താണ്, ഈശ്വരൻ എന്താണ്, പരമേശ്വരൻ എന്താണ്, ഒരു 10 മിനിറ്റ് നിങ്ങൾ കേൾക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാകും. നിങ്ങൾ ഈ അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ പലതും അബദ്ധങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് നല്ല രീതിയിലുള്ള ആളുകളും ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞു. പക്ഷേ ശരിയായ രീതിയിൽ അറിയുമ്പോഴാണ് ശരിയായ അനുഭവം ഉണ്ടാകത്തുള്ളൂ. അതും ഇതും ഒന്നും ചെയ്തുകൊണ്ടൊന്നും സത്യജ്ഞാനത്തിലേക്ക് വരത്തില്ല. പിന്നെ ഓരോ ആചാര്യന്മാരും ഓരോ പരമ്പരയുണ്ട്. ഞാൻ നാദാ പരമ്പരയുടെ ഭാഗമാണ്. അപ്പോൾ പല പരമ്പരകളുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. ഗുരുവാണ് ഈശ്വരൻ. ഞാനീ പറഞ്ഞു തരുന്നത്, അത് ഏത് ഗുരുവാണേലും സത്യഗുരുവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ ഫീസ് മേടിച്ച് നിങ്ങളെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോടൊരു ആത്മാർത്ഥത ഇല്ലാതെ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിയും കഷ്ടമായ ചിന്തകളും നിങ്ങളുടെ അത്രയും പോലും ദൈവാധീനം ഇല്ലാത്ത അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ കാര്യമല്ല പറയുന്നത്. റെഡിമെയ്ഡ് ഗുരുക്കന്മാരുടെ കാര്യമില്ല, സത്യമുള്ള ഗുരുക്കന്മാർ. അങ്ങനെയുള്ള ഗുരുക്കന്മാരും ധാരാളമുണ്ട്. അവർ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത് ആ ഗുരുവിനെ ഈശ്വരനായി സങ്കല്പിച്ച് അത് ചെയ്യുക. ഗുരുവാണ് ഈശ്വരൻ. ഗുരു എന്ത് പറഞ്ഞോ അത് ഈശ്വരനായിട്ട് സങ്കല്പിച്ച് ചെയ്യുക. യഥാർത്ഥ നല്ല ഗുരുപരമ്പരയിൽ നിന്ന് വിദ്യ സ്വീകരിച്ചിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ റെഡിമെയ്ഡായിട്ട്
പറയുന്ന ഈ വിദ്യ കൊടുക്കുന്നവരുടെ കാര്യമല്ല ഈ പറയുന്നത് കേട്ടോ. അപ്പം ഞാനീ പറയുന്ന വിദ്യ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ നാദാപരമ്പരയുടെ ഭാഗം തന്നെയാണ്. അപ്പം ഞാൻ ആ ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് എൻ്റെ അറിവ്, എൻ്റെ അനുഭവം ലോക നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്കെല്ലാം ഈശ്വരനെ ഒരു നിമിഷങ്ങളിൽ അറിയാൻ വേണ്ടി അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ തെറ്റായ വഴികളിൽ പോകാതെ ആ ഈശ്വരനെ അറിയാൻ, ഉള്ളിലുള്ള ഈശ്വരനെ അറിയാൻ വേണ്ടി ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആ ഈശ്വരനെ അറിയട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞിരുന്നത്. എല്ലാത്തിനും പരമേശ്വരന് നന്ദി, അമ്മ പാർവതീദേവിക്ക് നന്ദി, അഗസ്ത്യ ഗുരുവിന് നന്ദി, എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം നമഃ ശിവായ. ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. അറ്റവും മൂലം കണ്ടിട്ടൊന്നും മനസ്സിലാക്കി ചെയ്യരുത്. മുഴുവൻ കാണുക, എന്നിട്ട് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഇനി ഇതുപോലെ ഒരു വീഡിയോ ഉണ്ടാകത്തില്ല. ഞാൻ ഈ കുണ്ടലിനെക്കുറിച്ച് ഇനി ഇതുപോലൊരു വീഡിയോ ഞാൻ പറയത്തില്ല. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. ചുമ്മാ ഇതിൻ്റെയും മണ്ടത്തരങ്ങളുടെയും പുറകെ നടന്ന് ജീവിതം നശിപ്പിക്കരുത്. സത്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കർമ്മദോഷമെന്ന് എനിക്ക് പറയാനുള്ളൂ. മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഈശ്വരാധീനം, അത് പരമേശ്വരൻ കൂടെ വിചാരിക്കണം. നിങ്ങളൊരു പക്ഷേ ഈശ്വരാധീനം ഉള്ളതുകൊണ്ടായിരിക്കും ഈ വീഡിയോ ചിലപ്പം കാണുന്നത്. ഈശ്വരന് നന്ദി പറയുക, മുഴുവൻ കാണുക. അത് നല്ല രീതിയിൽ ചെയ്യണം കേട്ടോ. എന്തും അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ പോവാണ്. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ രീതി പറയുന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഞാൻ വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വീഡിയോയിലേക്ക് വരികയാണ്. പരമേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് എല്ലാവർക്കും പുതിയൊരു ജ്ഞാനമായിരിക്കും, പുതിയൊരു ജ്ഞാനോദയമായിരിക്കും. ഈ അറിവ് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഏതൊരാൾക്കും ആ യഥാർത്ഥ കുണ്ടലിനെ അറിയാൻ പറ്റും. ശിവോഹം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. കുണ്ടലിനി ശക്തി ഉണരണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം. നമ്പർ 1, ദേവി, ബാലമുരുകൻ, ലളിത, ബാല ത്രിപുരസുന്ദരി, ഇത് പല വഴികളിൽ ചെയ്യുന്നവരുണ്ട്. നിങ്ങളിപ്പം ഇത്രയും ചെയ്യുക. യാ ദേവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. എല്ലാ ഭൂതങ്ങളിലും കുടികൊള്ളുന്ന ദേവിയെ ഞാൻ നമിക്കുന്നു നമിക്കുന്നു നമിക്കുന്നു. ഈ ഒരു മന്ത്രം ജപിച്ചിട്ട് ഈ വിദ്യ ചെയ്യണം. യാ ദേവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. അൾട്ടിമേറ്റായിട്ടുള്ള സെനത്തായിട്ടുള്ള ആ ബ്രഹ്മസ്വരൂപിണിയായ അമ്മയാണ് ഇപ്പോൾ നിങ്ങൾ സ്തുതിച്ചത്. ഇതൊരു 3 തവണ വാഗുകൊണ്ട് ഉച്ചരിക്കുക. അതിനുശേഷം നിങ്ങൾ ഓം ശിവം സർവം ശിവോഹം എന്ന് ജപിച്ചിട്ട് നിങ്ങൾ മാതാപിതാക്കളെയും നിങ്ങളുടെ ഗുരുക്കന്മാരെയും എല്ലാം സ്മരിച്ചിട്ട് നിങ്ങളുടെ ധർമ്മദേവതയെ ആദ്യം ഗണപതിയെ സ്മരിക്കുക, പിന്നെ നിങ്ങളുടെ ധർമ്മദേവതയെ സ്മരിക്കുക, പിന്നെ നിങ്ങളുടെ ദേശദേവതയെ സ്മരിക്കുക, പിന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയെ സ്മരിക്കുക, മാതാപിതാക്കളെ സ്മരിക്കുക, ഈശ്വരനെ, സർവേശ്വരനായ ഈശ്വരനെ സ്മരിക്കുക, പരമേശ്വരനെ സ്മരിക്കുക, പാർവതീദേവിയെ സ്മരിക്കുക, അഗസ്ത്യ ഗുരുവിനെ സ്മരിക്കുക, ഗുരുക്കന്മാരോടെല്ലാം നന്ദി പറയുക. എന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യുക. രാവിലെ 6:30ക്കും 6:36 സമയത്ത് 6:30 AM, ബിറ്റ്വീൻ 6:36 AM, അതായത് രാവിലെ 6:30ക്കും 6:36 ഇടയിലുള്ള സമയം, കൃത്യം ടൈമാണ് പറഞ്ഞു തരുന്നത്. ഈ സമയത്ത് അതുപോലെ വൈകിട്ട് 6:30ക്കും 6:36 ഇടയിലുള്ള സമയം 6 മിനിറ്റ് 6 മിനിറ്റ്, 6:30ക്കും 6:36 ഇടയിലുള്ള 6 മിനിറ്റ്, അത് രാവിലെയും വൈകിട്ടും. ഇത് സന്ധ്യാനേരമാണ്, 2 സന്ധ്യകളാണ് അല്ലേ. അപ്പോൾ ഈ സമയത്താണ് നമ്മളുടെ ചുഴിമുനയെ കൂടെ പ്രാണൻ ഓടുന്ന സമയമാണ്. ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ചുഴിമുനയെ കൂടെ പ്രാണൻ സഞ്ചരിക്കുന്ന സമയം. ഞാനീ വിദ്യ ചിലപ്പോൾ ഈ സമയത്ത് ചെയ്യാറുണ്ട്. എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളായി പറഞ്ഞു തരുന്ന പറയൂ, അല്ലാതെ അവിടെ ഇവിടെ കാണുന്ന കാര്യവും നേരുള്ള കാര്യമേ ഞാൻ പറയത്തുള്ളൂ, സത്യമുള്ള കാര്യമേ പറയത്തുള്ളൂ. സത്യവിദ്യയാണ്. സാക്ഷാൽ ആ പരമേശ്വരനെയും പാർവതീദേവിയെയും കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ശിവശക്തി യോഗമാണ്.
എന്ന് വെച്ചാൽ അത്ഭുതങ്ങളൊന്നുമല്ല ഇത്. കുണ്ടലിനി ഉണരുക എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം പറഞ്ഞുതരാം. നിങ്ങളുടെ ഈശ്വരബോധം നിങ്ങൾക്കുണ്ടാകും. സമ്പത്ത്, ഐശ്വര്യം, ഈശ്വരബോധം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശിവഭഗവാൻ സാധിച്ചു തരും. ഈ സത്യവിദ്യ ചെയ്താൽ, ചുമ്മാ അതുവിധം ചെയ്തിട്ടൊന്നും കാര്യമില്ല, സത്യവിദ്യ ചെയ്താൽ. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല, ഞാനീ പറഞ്ഞു തരുന്ന കാര്യം ആരും പറഞ്ഞു തരുന്നില്ല. 6:30ക്കും 6:36 ഇടയിലുള്ള ടൈം രാവിലെ എടുക്കുക. വൈകിട്ട് 6:30ക്കും 6:36 ഇടയിലുള്ള ടൈം എടുക്കുക. ഈ സമയം, എല്ലാത്തിനും ഒരു സമയം ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇൻ്റലിജൻസ്. അതാണ് ബുദ്ധി. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഈ സമയമില്ലെന്ന് വിചാരിക്കുന്നവനാണ് എങ്ങും ഒന്നും എത്താത്തത്. ഏതൊരു കാര്യത്തിനും ഒരു ടൈമുണ്ട്. അതുപോലെ കുണ്ടലിനെ അറിയാനും ഒരു സമയമുണ്ട്. അത് രാവിലെ ഈ പറഞ്ഞ സമയവും വൈകിട്ട് ഈ പറഞ്ഞ സമയം 6 മിനിറ്റ് നമ്മുടെ ചുഴുമുനെ കൂടെ പ്രാണൻ സഞ്ചരിക്കുന്ന സമയം. നമ്മൾ ആ സമയം എടുക്കുന്നു. അപ്പോൾ ആ സമയത്തിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക. എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യുക, അതിനകത്തൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. ഈശ്വര എന്നുള്ളൊരു പ്രാർത്ഥന വേണം. എല്ലാത്തിനും നന്ദി ഈശ്വര, ഈ അറിവ് എനിക്ക് കിട്ടിയതിനും ഇത് ചെയ്യാൻ പറ്റുന്നതിനും പരമേശ്വര ഈശ്വര നന്ദി എന്നൊരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം. ഇതെൻ്റെയോ നിങ്ങളുടെ കഴിവ് വായ്പോ ഒന്നുമല്ല. ഞാൻ ആരുമല്ല. ഞാനൊരു വട്ടപൂജ്യമാണ്. ഭഗവാൻ തരുന്ന ജ്ഞാനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഞാനൊന്നുമല്ല. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്കത് അനുഭവം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭഗവാൻ ആരാണെന്ന്. അപ്പോൾ നിങ്ങൾ ഈ 6-നും 6:30ക്കും ഇടയ്ക്ക് ഇരുന്ന് നട്ടല് നിവർത്തിയിരിക്കണം. താഴെ ഇരിക്കുക, അല്ലെ നിങ്ങൾക്ക് ടേബിളിൽ ഈ കസേര ഇരിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. നട്ടല് നിവർന്നിരിക്കുക. നട്ടല് എന്തിനാണ് നിവർന്നിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ അലസന്മാരായിട്ടുള്ള പല വ്യക്തികളും ശ്രദ്ധിച്ചോണം. എപ്പോഴും ഈ തല ഇങ്ങനെ വളഞ്ഞല്ല, നട്ടലിങ്ങനെ വളഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അലസന്മാരായിട്ടുള്ള പല വ്യക്തികളെയും നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? നട്ടലിൽ കൂടെ ശരിയായിട്ട് ഊർജ്ജപ്രവാഹം ഉണ്ടാകുമ്പോഴൊരു ഒരു വ്യക്തി കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. നമ്മുടെ ബ്രെയിനിലേക്ക് ശരിക്കും എനർജി ചെല്ലുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത്. നട്ടൽ നിവർന്നിരിക്കുമ്പോഴാണ് തടസ്സമില്ലാതെ നട്ടലിലൂടെ ബ്രെയിനിലേക്ക് എനർജി പാസ് ചെയ്യുന്നത്. ഇങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ ആ എനർജിക്ക് ഒരു തടസ്സം വരും. അപ്പോൾ നമ്മുടെ ഊർജ്ജം കുറയും. നമ്മുടെ ബ്രെയിൻ നല്ലതായിട്ട് പ്രവർത്തിച്ചാലേ നമുക്ക് കൂടുതൽ ഒരു ആക്റ്റീവ് ആകത്തുള്ളൂ. നമ്മുടെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കത്തുള്ളൂ. നമ്മുടെ ചിന്തകൾ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പം നട്ടൽ നിവർന്നിരിക്കുക. നിവർന്നിരുന്ന് നിങ്ങൾ കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഭ്രൂമധ്യത്തിൽ നിങ്ങളിപ്പോൾ നെറ്റിയിൽ ഇവിടെ സങ്കല്പിച്ചാൽ മതി. മനസ്സിലായോ? നെറ്റിയിൽ ഇവിടെ ശരിക്കും ഭ്രൂമധ്യം ഇങ്ങനൊരു വര വരച്ചാലും ഇങ്ങനൊരു വര വരച്ചാലും 4 കൂടുന്ന ജംഗ്ഷൻ ഉണ്ടാകത്തും. അതാണ് ഭ്രൂമധ്യം. അതിന് പുറകിൽ ഒരു സ്ഥലമുണ്ട്, ഒരു ഭാഗമുണ്ട്. അത് ഒരു കേന്ദ്രമാണ്. അതിപ്പോൾ നിങ്ങൾ അറിയണ്ട. അങ്ങനെയുള്ള ഒരു നിങ്ങളിപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഈ നെറ്റിയിൽ ഇവിടെ ഭ്രൂമധ്യം ഒന്ന് സാമാന്യം സങ്കല്പിക്കുക. അങ്ങനെ ചെയ്താലും ഫലം ഉണ്ടാകും. ഇവിടെ നെറ്റിയുടെ ഇവിടെ കേട്ടോ, നെറ്റിയിലൂടെ ഭ്രൂമധ്യം സങ്കല്പിക്കുക. ഇവിടെ സങ്കല്പിച്ചാലും മതി കേട്ടോ, നെറ്റിയുടെ മധ്യത്തിലായിട്ട്. എന്നിട്ട് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതാ പറയുന്നത്. ഒരു ഗുരുവിൻ്റെത് പറയുമ്പോഴേ ഇത് കിട്ടത്തുള്ളൂ, അല്ലാതെ ഇത് കിട്ടത്തില്ല. നട്ടലിൻ്റെ താഴെ ഏറ്റവും അടിഭാഗം മനസ്സുകൊണ്ട് കണ്ണടച്ച് ശ്രദ്ധിച്ച് ശിവ എന്ന് ജപിക്കുക. ശിവ എന്ന് മനസ്സിൽ ജപിക്കുക. നട്ടലിൻ്റെ ഏറ്റവും താഴ്ഭാഗം, അതായത് നമ്മുടെ മലദ്വാരത്തിൻ്റെ മുകളിലായിട്ട് നട്ടൽ തുടങ്ങുന്ന മൂലാധാരം, അത് നട്ടലിൻ്റെ ഏറ്റവും താഴ്ഭാഗം. അവിടെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച്, സങ്കല്പമാണ് കേട്ടോ, മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശിവ എന്ന് മനസ്സിൽ ജപിക്കുക. ഇങ്ങനെ പലതവണ ശ്വാസം എടുക്കുകയും വിടുക ഒക്കെ ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ശ്വാസം നിങ്ങൾ എടുത്ത് പിടിക്കുക, അതൊന്നും വേണ്ട ഇതിൻ്റെ അകത്ത്. മനസ്സിലായോ? ശ്വാസം എടുത്ത് പിടിക്കുക ഒന്നും വേണ്ട. ശ്വാസം എടുക്കുകയും വിടുക സാധാരണ പോലെ ചെയ്യാം. അതിലൊരു മാറ്റവും വരുത്തണ്ട. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ശ്വാസം സാധാരണ പോലെ എടുക്കുകയും വിടുകയും ചെയ്യാം. അതിലൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് മൂലാധാരത്തിൽ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ശിവ എന്ന് ജപിക്കുക. അവിടെ പലതവണ ശിവ എന്ന് ജപിക്കുമ്പോൾ അതായത് ശിവ ഭഗവാന്റെ ആ നാമം ജപിക്കുമ്പോൾ അവിടുത്തെ ദേവീശക്തിയെ മുകളിലോട്ട് ഉണരും. അതിൽ ആ പ്രകമ്പനം ഉണ്ടാവും. പലതവണ ശിവ എന്ന് ഉച്ചരിക്കുമ്പോൾ ഈ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കുണ്ടലിനി ശക്തിക്ക് ഉണർവുണ്ടാകും. മുകളിലോട്ട് പതുക്കെ കയറാൻ തുടങ്ങും. ശിവ ഇങ്ങനെ ജപിക്കുമ്പോൾ അങ്ങനെ നമുക്ക് തന്നെ അറിയാം, ഈ ശക്തി പതുക്കെ മുകളിലോട്ട് കയറും. കയറി നമ്മളപ്പം മുകളിലോട്ട് കയറുമ്പോൾ
നമ്മൾ ആ നട്ടെല്ലിൻ്റെ ആ താഴേന്ന് ഒരു മധ്യത്തിലാക്കായിട്ട് ജപിക്കുക. അങ്ങനെ ജപിച്ച് നമ്മുടെ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ അവിടെ അല്പനേരം ധ്യാനിച്ചിരുന്നിട്ട് ഇവിടെ ഒരു വെള്ളപ്രകാശം ധ്യാനിക്കണം. ധ്യാനിച്ചിട്ട് അവിടെ പിന്നെ ശിവശിവാന്ന് ജപിക്കുക. ഈ ഇടയ്ക്ക് നട്ടലിന് താഴെ കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ വീണ്ടും ശിവശിവാന്ന് ജപിക്കുക. ഇടയ്ക്ക് നട്ടലിന് താഴെ കൂടെ ശ്രദ്ധിക്കണം. അപ്പോഴേ ഈ കുണ്ടലിനിയുടെ ഒഴുക്കുണ്ടാവും. അപ്പോൾ ഇതിന് രഹസ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ശിവശിവാന്ന് ജപിക്കുന്നതോടൊപ്പം നമ്മൾ നട്ടലിൻ്റെ താഴെ കൂടെ മനസ്സുകൊണ്ട് പോയി ശ്രദ്ധിക്കണം. അപ്പോഴാണ് മുകളിലോട്ട് ഇത് ശരിക്കും അതിൻ്റെ ഒരു ഉണർവുണ്ടാകുന്നത്. അതാണ് ഇതിൻ്റെ രഹസ്യം. ഇവിടെ നമ്മൾ ശിവശിവാന്ന് സങ്കല്പിച്ച് ജപിക്കുന്നതോടൊപ്പം നട്ടലിന് താഴെ കൂടെ ജപിക്കണം. അപ്പോഴാണ് മുകളിലോട്ട് വീണ്ടും കയറി വന്ന് പിന്നെ ഇവിടെ നമ്മൾ അല്പനേരം ശിവശിവാന്ന് ജപിച്ച് നിർത്താം. ഇത് 1 മിനിറ്റോ വല്ലതും ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ആ പ്രകാശത്തിൽ ലയിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു മനസ്സിനൊരു അനുഭവം വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിനൊരു ശാന്തി പോലെയൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടാം. ചിലപ്പോൾ ഒരു ദിവസം ചെയ്തുകൊണ്ട് അനുഭവപ്പെടണമെന്നില്ല, പല ദിവസം ചെയ്യുമ്പോൾ അനുഭവപ്പെടാം. ഇത് നിങ്ങളിങ്ങനെ സന്ധിക്കും ചെയ്യുക 6-നും 6:36 വരെ. അപ്പോൾ നിങ്ങൾക്കറിയാം മുകളിലോട്ടൊരു ഊർജം കയറി വന്ന് ഇവിടെ നിങ്ങൾ ആ ഊർജം കയറി വന്ന് ഇവിടെ സങ്കല്പിച്ച് ശിവശിവാന്ന് ജപിക്കുക. പിന്നെ വീണ്ടും ഇടയ്ക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് മൂലാധാരത്തിൽ പോയി അവിടെ ശിവശിവാന്ന് ജപിക്കണം. ഇങ്ങനെ ഇവിടെയും നെറ്റിയുടെ മധ്യത്തിലും മൂലാധാരത്തിലും മാറി മാറി ശിവശിവ ജപിക്കണം. മനസ്സിലായി? എന്നിട്ട് അവസാനം നിർത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരു 3 ശിവശിവ ജപിച്ച് ഇവിടെ അല്പനേരം ധ്യാനിച്ച് നിർത്താം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ കുണ്ടലിനി ശക്തിയിൽ ഒരു ഉണർവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഉണർവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അല്ലാതെ കുണ്ടലിനി ശക്തി ഉണർന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ നിർത്തി എന്നൊന്നും ആരും വിചാരിക്കരുത്. ഇത് വീണ്ടും താഴോട്ട് പോയി കിടക്കും. ഇതൊരു ഉണർവേ ഉണ്ടാകുന്നുള്ളൂ. ഈ ഉണർവ് മതി. ഈ ഉണർവ് നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ, ഈ 2 അക്ഷരം ഉപയോഗിച്ച് ചെയ്താൽ ശിവഭഗവാൻ നിങ്ങൾക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ ആ സത്യസന്ധമായി ചെയ്യുന്നതനുസരിച്ച് മുന്നോട്ട് ശിവഭഗവാൻ നിങ്ങളെ നയിച്ചുകൊള്ളും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ മുന്നോട്ട് നയിച്ചോളും. നിങ്ങൾക്കൊരു ഗുരു വേണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഗുരു നിങ്ങൾ പാകമാകുമ്പോൾ, ഒരു ഫലമാണെങ്കിലും പാകമാകണം അല്ലേ? പാകമാകുമ്പോൾ ഗുരു മുന്നിലെത്തും. നിങ്ങൾ പോയി ആരെ അങ്ങോട്ട് തപ്പിപ്പിടിക്കേണ്ട കാര്യമില്ല. തപ്പിപ്പിടിക്കുന്നവരെ യഥാർത്ഥ നിങ്ങൾക്ക് വേണ്ട ഗുരുവായിരിക്കത്തില്ല. സത്യഗുരു ആകണമെന്നില്ല. പറഞ്ഞ മനസ്സിലായോ? ശിവഭഗവാൻ നിങ്ങളെ നയിച്ചോളും. നിങ്ങൾക്ക് അത് ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിലാണെങ്കിൽ പോലും നിങ്ങൾ കർമ്മശുദ്ധി വരുമ്പോൾ യഥാർത്ഥ ഗുരു മുന്നിൽ വന്ന് ബാക്കി വിദ്യകൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഇപ്പോൾ കുണ്ടലിനിയിൽ ഉണർവ് മാത്രം ഉണ്ടായാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈശ്വരബോധം ഉണ്ടായി വരും. സാമ്പത്തികം, സമ്പത്ത്, ഐശ്വര്യം, സമാധാനം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രപഞ്ചബോധം നടത്തിത്തരും. ഈ വിദ്യ നിങ്ങളിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക. ദിവസവും രാവിലെ സന്ധ്യയ്ക്കും ചെയ്യുക. 1 മിനിറ്റ് ചെയ്താൽ മതി. 6:30-നും 6:36-നും ഇടയിൽ ചെയ്യണം. മനസ്സിലായി? 1 മിനിറ്റ് ചെയ്താൽ മതി. ഇനി 2-3 മിനിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു 3 മിനിറ്റ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 1 മിനിറ്റ് ചെയ്താൽ മതി. ഇത് നിത്യേന രാവിലെ സന്ധ്യയ്ക്കും ചെയ്യുക. എവിടെ ഇരുന്നും ചെയ്യുക. പറയാൻ മനസ്സിലായി? ഇനിയും ഇതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് എല്ലാവരും ഈ പലയിടത്തും ഇന്നിപ്പോൾ എവിടെയും കുണ്ടലിനി ശക്തി എന്ന് എല്ലായിടത്തും കാണുന്നതും കേൾക്കുന്നതും. ഈ കുണ്ടലിനി ശക്തി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉണർന്ന് എഴുന്നേറ്റ് ഇവിടെ വന്ന് നിർത്തി സാക്ഷാത്കാരം ഉണ്ടായ രീതിയിലാണ് പലരും സംസാരിക്കുന്നത്. അങ്ങനെ സാക്ഷാത്കാരം ഉണ്ടായവരെ മിണ്ടത്തില്ല. അവന് മിണ്ടാൻ പറ്റത്തില്ല. അഗസ്ത്യർ പറഞ്ഞിട്ടുണ്ട്, കണ്ടവനൊട്ട് മിണ്ടത്തുമില്ല, മിണ്ടിയവനൊട്ട് കണ്ടിട്ടുമില്ല. ഈ മിണ്ടെന്ന് പറയുന്നത് അത് ശരിക്കും അനുഭവിച്ചവരും മിണ്ടത്തില്ല. ഇനി ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കുക. അവധൂതന്മാർ ഇപ്പം ഇതേണ്ട, ഇതൊരു അവധൂതനാണ്. ഇദ്ദേഹമൊക്കെ മൗനിയാണ്. അല്ലാതെ പ്രസംഗിക്കുകയോ ആളെ കൂട്ടുകയോ ഒന്നും ചെയ്യത്തില്ല ഇവരൊന്നും. അതുപോലെ ഇത് ബ്രഹ്മശ്രീ നീലകണ്ഠപാദരായിരുന്നു. പൂന്തുറ സ്വാമി, ഇദ്ദേഹം അവധൂതനാണ്. ഇദ്ദേഹം മിണ്ടത്തില്ല. ഇദ്ദേഹം ആ തിരുവനന്തപുരത്ത് ആ പൂന്തുറയിൽ അവിടെ ആ വെയിലൊക്കെ കൊണ്ട് അങ്ങനെ കിടക്കും. കാരണം ഇദ്ദേഹം ഇത് അനുഭവിക്കുന്ന വ്യക്തിയാണ്. അനുഭവിച്ച പുണ്യാത്മാവാണ്, ഗുരുവാണ്. അപ്പോൾ ഇത് അനുഭവിച്ചവർ
മിണ്ടത്തില്ല. മിണ്ടുന്നവനോ ഈ നമുക്ക് ചിലപ്പോൾ ഊർജ്ജമൊക്കെ ചില എനർജിയൊക്കെ മേലോട്ട് കയറും. അത് കുണ്ടലിനെയാന്ന് വിളിച്ച് വിചാരിച്ച് അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇത് ശരിക്കും അനുഭവിച്ചവന് മിണ്ടാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ ജീവിതം പൂർണ്ണതയായി, അവനൊരു ചേഞ്ചായി, ഒരു ട്രാൻസ്ഫോർമേഷനായി, അവനൊരു അവസ്ഥാന്തരമായി. അവൻ ആ നിർവൃതിയിലിരിക്കും. അവന് പിന്നെ മിണ്ടേണ്ട കാര്യമില്ലെന്ന്. അവന് ഈശ്വരനാണ് പിന്നെ. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഈ അനുഭവിച്ചെന്ന് പറയുന്നതൊക്കെ എന്താണോ നിങ്ങൾ ചിന്തിച്ചുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ചിട്ട് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകണോ, എൻ്റെ സമയം വേസ്റ്റ് ചെയ്യണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാനീ പറഞ്ഞു തന്നത് ഉണരാനുള്ള ഒരു വിദ്യ മാത്രമാണ്, അല്ലാതെ കുണ്ടലിനെ ഉണർന്ന് സാക്ഷാത്കാരം കിട്ടുന്ന വിദ്യ അല്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഒരു ഗുരു തന്നെ വേണം. ആ ഗുരു നമ്മളെക്കൊണ്ട് ജീവിക്കുന്ന ഗുരു ആകരുത്. നമ്മളെക്കാട്ടിലും കഷ്ടകാലമുള്ള, നമ്മളെക്കാട്ടിലും പ്രാരാബ്ധമുള്ള, നമ്മളെക്കാട്ടിലും കർമ്മദോഷമുള്ള, നമ്മുടെ അത്രയും പോലും പക്വത ഈ ഗുരുക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവർ ദേഷ്യപ്പെടത്തുള്ളൂ. പക്വതയും ശാന്തിയും അതുപോലെ ചൂഷണം ചെയ്യാത്ത ഗുരുവായിരിക്കണം. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ദേഷ്യപ്പെടുകയോ നമ്മളുടെ പൈസ കൊണ്ട് ജീവിക്കുകയോ നമ്മളെ ചൂഷണം ചെയ്യുകയോ അതൊന്നും യഥാർത്ഥ ഗുരുവെന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ജീവിക്കാൻ വേണ്ടി ചെയ്യുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ യഥാർത്ഥ ഗുരു ഉണ്ടാകണം. ശരിയായ കുണ്ടലിനി സാക്ഷാത്കാരം ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥ ഗുരു ഉണ്ടാകണം. ആ ഗുരു ഇന്ന് നമുക്കൊന്ന് കുണ്ടലിനി ശക്തി നേടിയേക്കാന്ന് വിചാരിച്ചാൽ മുന്നിൽ വരുന്നതല്ല. നമ്മളുടെ കർമ്മശുദ്ധി, മനഃശുദ്ധി, കർമാസ് ന്യൂട്രലൈസ് ആവണം. അപ്പോഴേ ആ ഗുരു വരത്തുള്ളൂ, സത്യഗുരു വരത്തുള്ളൂ. നമ്മൾ സത്യം പാലിക്കണം, നമ്മൾ യമനിയമങ്ങൾ പാലിക്കണം. അപ്പോഴാണേ നമുക്ക് യഥാർത്ഥ ഗുരു വരത്തുള്ളൂ. അങ്ങനെ ഒരു ഗുരു വന്ന് യഥാർത്ഥത്തിൽ ആ വിദ്യ തന്ന് ഒരു 20 വർഷത്തോളം സാധനയിലിരുന്ന്, നമ്മൾ ഹിമാലയത്തിലൊക്കെ ഇപ്പം ത്രൈലിംഗ സ്വാമിയൊക്കെ 20 വർഷം ആ വാരണാസിയിലെ ധ്യാനം മാത്രം ചെയ്താണ് ആ സിദ്ധികളെ കൈവരിച്ചത്. അങ്ങനെ ഒരു 20 വർഷമെങ്കിലും അത് മാത്രം ചെയ്ത് എല്ലാം ഉപേക്ഷിച്ച് ഒന്നിനോടും ആഗ്രഹമില്ലാതെ സത്യം പാലിച്ച് ഉപാസന ധ്യാനം ചെയ്താലാണ് കുണ്ടലിനി സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. അവരൊന്നും എല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. അവരൊന്നും മീഡിയയിൽ വന്ന് സംസാരിക്കത്തില്ല. അവരൊക്കെ ഹിമാലയത്തിൽ ഏതെങ്കിലും ഗുഹകളിൽ നിന്ന് തപസ് ചെയ്ത് അവർക്കൊന്നിൻ്റെ ആവശ്യമില്ല. അവർ ചിലപ്പോൾ പാകമായ ശിഷ്യന്മാർക്ക് മാത്രം വിദ്യ കൊടുക്കും. അങ്ങനെയാണ് യഥാർത്ഥ കുണ്ടലിനി സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾ എന്തിൻ്റെ പുറകെ പോയാലും നിങ്ങളുടെ സമയം പോലും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും നിങ്ങൾ ശരിയായ രീതിയിലല്ലായിരിക്കും നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയുകയാണ്. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ സ്വീകരിച്ചാൽ മതി, അല്ലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ എൻ്റെ അറിവ് സത്യസന്ധമെന്ന് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതാണ് ആത്മീയ മേഖല. അതുകൊണ്ട് അതിപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളുടെ അനുവാദമില്ലാതെ നമ്മളെ ആരെയും പറ്റിക്കാൻ പറ്റത്തില്ല. നമ്മൾ അനുവദിക്കുന്നുണ്ടോ നമ്മളെ പറ്റിക്കുന്നത്? നമ്മളുടെ ഭാഗം ശരിയായി നമ്മൾ തീരുമാനിക്കുന്നതുകൊണ്ടാണ് നമ്മളെ ഒരാൾ പറ്റിക്കുന്നത്. നമ്മൾക്ക് ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട്, അതിനെ പ്രയോജനപ്പെടുത്തുക. അപ്പം ഇനിയും ഈ കുണ്ടലിനി ശക്തിയുടെ ഉണർവെന്ന് പറഞ്ഞാൽ ഇത് ബോധമാണ്. ശരിക്കും ഇത് ബോധമാണ്. ഈ ബോധം, അതായത് ലാഹരി മഹാശയൻ ഒറിജിനൽ ക്രിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ശരിയായ കുണ്ടലിനിയുടെ ചില കാര്യങ്ങൾ. അതായത് നമ്മളുടെ ശ്വാസം എന്ന് പറഞ്ഞാൽ, ശ്വാസം എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് നമ്മുടെ ശരീരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോഴും മുകളിലോട്ടും താഴോട്ടും അപ്സ് ആൻഡ് ഡൗൺസ്, മുകളിലേക്കും താഴേക്കും. അപ്പോൾ ഈ ശ്വാസം എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രാണനല്ല. ശ്വാസത്തിൽ കുറച്ചൊരു ശതമാനം മാത്രമേ ചൈതന്യമല്ലേ പ്രാണനുള്ളൂ, ബാക്കി വെറും വായുവാണ്. അപ്പോൾ ഊർജമുള്ള ചൈതന്യം എന്ന് പറയുന്നതാണ് ശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ശതമാനമാണ് പ്രാണൻ. ശ്വാസം മുഴുവൻ പ്രാണനല്ല. അപ്പം അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പം നിങ്ങൾ അല്പം വെള്ളം കുടിക്കുന്നു. നമ്മുടെ ശരീരം ആ വെള്ളത്തിൽ നിന്ന് ഊർജം വലിച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ അത് യൂറിനായിട്ട് പോകുന്നു. അപ്പോൾ ശരീരം ആ വെള്ളത്തിനകത്ത് കുറച്ച് ഊർജ്ജമുണ്ട്, അത് മാത്രമാണ് ശരീരം വലിച്ചെടുക്കുന്നത്. ബാക്കി വെള്ളം നമ്മൾ യൂറിനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ വെള്ളത്തിനകത്ത് മുഴുവൻ ഊർജ്ജമല്ല. മനസ്സിലായോ? നമ്മൾ ആഹാരം കഴിക്കുന്നു, ആ ആഹാരത്തിൽ നിന്ന് നമ്മളുടെ ശരീരം ഊർജ്ജം വലിച്ചെടുക്കുന്നു. ബാക്കി പിശുടായിട്ട് നമ്മൾ വിസർജനാദികളിലൂടെ പോവുകയാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ശരീരം അതിന് ഊർജ്ജം
സ്വീകരിച്ചിട്ട് ബാക്കി തള്ളും. ഇതുപോലെയാണ് ശ്വാസം എടുക്കുമ്പോഴും ആ ശ്വാസത്തിൽ നിന്ന് ഊർജ്ജ ശരീരം സ്വീകരിച്ചിട്ട് ബാക്കി ശ്വാസം തള്ളും വെളിയിലോട്ട്. അതാണ് ശ്വാസം എടുക്കുകയും ശ്വാസം വെളിയിലോട്ട് പോകും. അപ്പോൾ അതിൽ നിന്ന് ഊർജ്ജം വലിച്ചെടുത്തിട്ട്, അതായത് പ്രാണൻ, ആ ശ്വാസത്തിലെ ആ പ്രാണൻ വലിച്ചെടുത്തിട്ട്, ആ ഊർജ്ജം വലിച്ചെടുത്തിട്ട് ബാക്കി ശ്വാസം വെളിയിലോട്ട് പോകും. അതാണ് നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ പ്രാണൻ, അപ്പോൾ ഈ നമ്മുടെ മുകളിലേക്കും താഴേക്കും ശ്വാസം എടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ വായു സഞ്ചരിക്കുകയാണ്. ഈ വായുവിനൊപ്പം പ്രാണനുമുണ്ട്. ഈ പ്രാണനെ മുകളിലുള്ള ചക്രാസിൽ കൊണ്ടുവന്ന് സ്ഥിരപ്പെടുത്തി, അവിടെ സ്ഥിരപ്പെടുത്തുമ്പോഴാണ് ആ പ്രാണൻ്റെ സഞ്ചാരം മുകളിലത്തെ ചക്രാസിൽ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുമ്പോഴാണ്, ആ പ്രാണൻ അവിടെ നിൽക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മീയ ഉണർവ് ഉണ്ടാകുന്നത്. നിങ്ങളിപ്പോൾ അതൊന്നും ചെയ്യാൻ പോകണ്ട. അതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല. അത് യഥാർത്ഥ ഗുരു വന്ന് ഈ വർഷങ്ങളുടെ സാധനയിലൂടെ പടിപടിയായിട്ട് പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് അറിവിന് വേണ്ടി മാത്രമാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഉണർവുണ്ടാകുന്നതിന് വേണ്ടി മാത്രമുള്ള കാര്യം ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഭഗവാൻ നിങ്ങൾ നല്ലതായിട്ട് ചെയ്താൽ ഭഗവാൻ തന്നോളും വഴിയാമണ്ണം. മനസ്സിലാകുന്നുണ്ടോ? ഇത് അറിവിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രാണനെ, അപ്പോഴേ ചില യോഗിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ കണ്ണുകൾ പ്രത്യേക രീതിയിലാണ്. കാരണം ഈ പ്രാണനെ നമ്മൾ ആജ്ഞയിൽ സ്ഥാപിക്കുമ്പോൾ, ആജ്ഞയുടെ പുറകിലും ചില രഹസ്യ സ്ഥാനങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതൊക്കെ ഗുരുവിൽ നിന്ന് കിട്ടേണ്ട വിദ്യകളാണ്. അത് പോട്ടെ, നിങ്ങൾ ആജ്ഞ എന്ന് വിചാരിക്കുക. ആജ്ഞയിൽ പ്രാണനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ പ്രാണനെ അവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി നമ്മൾ കണ്ണുകൾ മുകളിലൊക്കെ ആക്കി നമ്മുടെ ശ്രദ്ധ അകത്ത ആജ്ഞയിലായിരിക്കും. യോഗികളിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോഴേ കണ്ണുകൾ സ്ഥിരപ്പെടുമ്പോൾ ചിന്തകളില്ലാതാവും. ചിന്തകളില്ലാതാവുമ്പോൾ പ്രാണൻ അടങ്ങും. അങ്ങനെ ഇരിക്കുന്നവർക്ക് ഒരു മനസ്സെപ്പോഴും ഒരു സ്ഥിരതയായിരിക്കും അവർക്ക്. അതാണ് യഥാർത്ഥ യോഗികൾ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അവർക്ക് ആ പ്രാണൻ, ആ ചിന്തകളില്ലാതാകണം, പ്രാണൻ അടങ്ങണം. പ്രാണൻ അടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ അവരൊരു സാധാരണ വ്യക്തി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നവരെല്ലാം യോഗികളാണെന്ന് വിചാരിക്കരുത്. യോഗികളുടെ ലക്ഷണമായി ഞാൻ പറഞ്ഞു. നിങ്ങൾ അവധൂതന്മാരെ കാണുമ്പോൾ, ഇത് അവധൂതരാണ്, ഇദ്ദേഹമൊക്കെ അവധൂതനാണ്. ഇദ്ദേഹത്തിന് കണ്ണുകൾ ശ്രദ്ധിക്കുക. കണ്ടോ? കണ്ണുകൾ ശ്രദ്ധിക്കുക. നിങ്ങളടുത്ത് ഈ വിദ്യ ഓരോ എവിടെ മീഡിയാസിൽ നോക്കിയാലും പറയുന്നവരുടെ കണ്ണുകൾ നോക്കുക. ഇത് അവധൂതനാണ്. ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നോക്കുക. ഈ കണ്ണുകളിൽ അവരുടെ ശ്രദ്ധ എവിടെ ആയിരിക്കും എന്നറിയാമോ? അവരുടെ ശ്രദ്ധ ആജ്ഞയിലായിരിക്കും, ഉള്ളിലായിരിക്കും ശ്രദ്ധ. അങ്ങനെയാണ് പ്രാണനെ അടങ്ങുന്നത്. അല്ല ചുമ്മാ പ്രാണനൊന്നും അടങ്ങത്തില്ല. അപ്പം പ്രത്യേക ശ്വാസോച്ഛ്വാസത്തിലൂടെ പടിപടിയായി, അതായത് വർഷങ്ങളുടെ സാധനയിലൂടെ സാധിച്ചെടുക്കുന്നത്. വർഷങ്ങളുടെ സാധനയിലൂടെ അതിന് ശരിയായ ഒരു ഗുരു വേണം, സത്യഗുരു വേണം, പരമേശ്വരൻ്റെ അനുഗ്രഹം വേണം, കർമാസ് ന്യൂട്രലൈസ് ആകണം, കർമ്മശുദ്ധി വരണം. അപ്പോഴൊക്കെ അത് അനുഭവത്തിൽ വരത്തുള്ളൂ. ഇനിയും നമ്മളുടെ മൂലാധാരത്തിൽ, സ്വാധിഷ്ഠാന ചക്രത്തിലും ഒക്കെ പല വാസനകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. അതായത് കാമം എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇപ്പോൾ ജീവിക്കാനുള്ള ആ ഒരു കാമം, ആഗ്രഹം, അതൊക്കെ നല്ലത് തന്നെ. ഇത് താളം തെറ്റിയ കാമ, ക്രോധ ഒക്കെ വികാരങ്ങൾ താളം തെറ്റിയിട്ടുള്ള, അതായത് ഭയങ്കര ദേഷ്യം, ഭയങ്കര ഉത്കണ്ഠ, ഭയങ്കര വിഷമം, കാമക്രോധാദികൾ താളം തെറ്റിയ രീതിയിൽ ഒക്കെ പലരുടെയും ഇന്നത്തെ ജീവിതത്തിൽ പലരുടെയും ഈ മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രത്തിലൊക്കെ ഇതുപോലുള്ള വാസനകൾ നല്ല രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പലപ്പോഴും ജീവിത രീതികൾ കൊണ്ട് ഇതൊക്കെ താളം തെറ്റുക. അങ്ങനെയുള്ള വാസനകൾ ഈ മൂലാധാര ചക്രത്തിലും സ്വാധിഷ്ഠാന ചക്രത്തിലും പലപ്പോഴും ഉണ്ടാകും. അപ്പോൾ മൃഗീയ വാസനകളായിരിക്കും കൂടുതലും. അങ്ങനെയുള്ളവർക്കാണ് ആരെങ്കിലും കാണുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് അടിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയുക, പിന്നെ എപ്പോഴും ഒരു ആവശ്യമില്ലാത്ത ശങ്ക, ഉത്കണ്ഠ, വിഷമം, നിരാശ, ഇതൊക്കെ ഉണ്ടാകുന്നത് മൂലാധാരത്തിലെയും സ്വാധിഷ്ഠാനത്തിലെയും ആ ഒരു താളം തട്ടൽ, അത് ആ ജീവിതചര്യ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് സാധാരണ ഒരു 90% മനുഷ്യരും ജീവിച്ചു മരിക്കുന്നത് അങ്ങനെയുള്ള ചില അവസ്ഥകളോട് കൂടിയാണ്. എന്നാൽ നമ്മളിങ്ങനെ മുകളിലേക്കുള്ള ചില വിദ്യകൾ ചെയ്യുമ്പോൾ പതുക്കെ ഈ ബോധം നമ്മളുടെ മണിപൂരക ചക്രത്തിലേക്ക് വരും. പുക്കൾക്കൊടിക്ക് മുകളിൽ മണിപൂരക ചക്രം തൊട്ട്
ഈശ്വരീയമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഈശ്വരീയമായ നമ്മുടെ ഭയം അങ്ങ് മാറും. നമുക്ക് ഒരു മനസ്സിന് സമാധാനം, സന്തോഷം ഇതൊക്കെ ഉണ്ടാകും. പിന്നെ മണിപൂര ചക്രത്തിൽ നിന്നും ബോധം നമ്മളുടെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള നട്ടലിൽ തന്നെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള അനാഹത ചക്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവരോടും സ്നേഹമായിരിക്കും. ചിലരെ കണ്ടിട്ടില്ലേ, അവർക്ക് പ്രകൃതിയോട് സ്നേഹം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു, പക്ഷിമൃഗാദികളോട് സ്നേഹം, പിന്നെ വളർത്തുമൃഗങ്ങൾ, പട്ടി, അതുപോലെ തന്നെയൊക്കെ സ്നേഹം, എല്ലാവരോടും സ്നേഹമായിരിക്കും, ദിവ്യമായ സ്നേഹമാണ്. അപ്പം മണിപൂരകം ചക്രം തൊട്ട് ഈശ്വരീയമായ നല്ല ഗുണങ്ങൾ ഉണ്ടായി തുടങ്ങും. ഈ ബോധം മുകളിലോട്ട് വരുമ്പോൾ, ഇപ്പം നമ്മൾ ഈ ശിവശിവ ജപിക്കുമ്പോഴൊക്കെ ഈ ബോധം ക്രമേണ ഒരു ദിവസം കൊണ്ടല്ല പതുക്കെ മുകളിലേക്ക് വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ മാറാൻ തുടങ്ങും. നിങ്ങൾ മൃഗീയ വാസനകൾ മാറി നിങ്ങളിൽ ഈശ്വരീയ ബോധം ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹം, ദൈവികമായ സ്നേഹം ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ തുടങ്ങും, സന്തോഷം ഉണ്ടാകാൻ തുടങ്ങും. ഈ ബോധം ഈ അനാഹത ചക്രത്തിൽ എത്തുമ്പം നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ സാധിക്കാൻ തുടങ്ങും. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടക്കാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം ശരിക്കും മാറുന്നത്. സമ്പത്ത്, ഐശ്വര്യം എല്ലാം നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്കൊരു എല്ലാത്തിനോടും ദിവ്യമായ സ്നേഹമായിരിക്കും. ഇനിയും ഈ അനാഥ ചക്രത്തിന് മുകളിലോട്ട് ബോധം വരണമെന്നുണ്ടെങ്കിൽ അത് ഗുരുവിൻ്റെ അനുഗ്രഹം വേണം, അത് വർഷങ്ങളുടെ തപസ്യ വേണം, ദിനചര്യ വേണം, കർമാസ് ന്യൂട്രലൈസ് ആകണം. എങ്കിൽ മാത്രമേ ഈ അനാഗതത്തിന് മുകളിൽ വിശുദ്ധിയിലേക്കും ആജ്ഞയിലേക്കും ബോധം വന്ന സഹസ്രാരത്തിലേക്കും വരത്തുള്ളൂ. മനസ്സിലായോ? അതങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ചിലപ്പം നമ്മൾ ഇവിടുന്ന് ഒരു എനർജി മേലോട്ട് കയറിപ്പോയാൽ എൻ്റെ കുണ്ടലിനി ഇവിടെ വന്നു, എനിക്ക് കുണ്ടലിനി ശക്തി കിട്ടി എന്നൊക്കെ അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതങ്ങനൊന്നും കിട്ടുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞ കുണ്ടലിനിയിൽ ഒരു ഉണർവ് മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്, ഒരു സ്പാർക്കിങ്. പിന്നെ ബോധം പതുക്കെ ഈ വിദ്യ ചെയ്താൽ, ശിവശിവ ജപിച്ച് ഇങ്ങനെ ജപിച്ചാൽ നിങ്ങളുടെ എവിടം വരെ വരും? അനാഹതം വരെ വരും. നമുക്കത് മതി സാധാരണക്കാർക്ക്. അതിന് മേലോട്ട് പോകുന്നവരെ മഹാസന്യാസിമാരും യോഗിമാരും അവധൂതന്മാരും ഒക്കെയാണ്. അത് ഈശ്വര നിശ്ചയമാണ്. അത് ഇപ്പോൾ ഒരാൾക്ക് നമ്മൾക്ക് പഠിച്ചാൽ നമുക്കൊരു നല്ല എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആയിത്തീരാം, ചെറുപ്പം മുതലേ ലക്ഷ്യം വെച്ച് പഠിച്ചാൽ. പക്ഷേ ഇതുപോലുള്ള ഒരു അവധൂതനോ സന്യാസിയോ ആകണമെന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ തന്നെ വിചാരിക്കണം, അല്ലാതെ ആരും ആകത്തില്ല. അല്ലാതെ നമുക്ക് വേണേ പ്രിറ്റൻഡ് ചെയ്യാം, നടിക്കാം. അങ്ങനെ നടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അഭിനയം മാത്രമാണ്. അവരൊന്നും യഥാർത്ഥ യോഗിയോ ഒന്നുമല്ല. യഥാർത്ഥ യോഗി അവൻ മൗനിയായിരിക്കും, എല്ലാം ഉപേക്ഷിച്ചവനായിരിക്കും. അത് ഈശ്വരൻ്റെ നിശ്ചയം കൊണ്ടല്ലേ ആകത്തുള്ളൂ. ചിലർ പറയും ഇപ്പം ഇങ്ങനെ അയ്യോ അങ്ങനെ ചെയ്താൽ സന്യാസിയാകും, ഇങ്ങനെ ചെയ്താൽ സന്യാസിയാകും, അല്ലെ അവധൂതനാകും. അവധൂതനൊന്നും ആകത്തില്ല. സന്യാസിയാകാം. സന്യാസി അറിവ് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അവധൂതൻ എന്ന് പറഞ്ഞാൽ സാക്ഷാത്കാരം ഉണ്ടായതാണ്. ഒരു അവധൂതനോ ഒരു മഹായോഗിയോ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ അതൊരു 1,00,000 പേരിൽ ഒരാളോ കോടിക്കണക്ക് പേരിൽ ഒരാളോ കിട്ടത്തുള്ളൂ. അത് നമ്മൾ ആഗ്രഹിച്ചാലോ നമ്മൾ പ്രവർത്തിച്ചാലോ പോലും അത് കിട്ടത്തില്ല. അത് ഈശ്വരഹിതമായിട്ട് വന്നു ചേരേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ സാധാരണ എല്ലാവരുടെയും അനാഹതം വരെ വരത്തുള്ളൂ. മുകളിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഗുരു മുന്നിലെത്തണം. ഗുരു അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് ഗുരുവിൻ്റെ സഹായം വേണം, സത്യഗുരുവിൻ്റെ. പിന്നെ സാക്ഷാൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയും, പരമേശ്വരൻ്റെ അനുഗ്രഹം വേണം. പരമേശ്വരൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു രഹസ്യം നിങ്ങൾക്കറിയാവോ? എന്താണെന്നറിയാവോ? നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല, ഭഗവാൻ വിചാരിക്കണം. നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമ്മൾക്ക് പകുതിയെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഭാഗം സത്യസന്ധമായിട്ട് വിളിക്കുക. പിന്നെ ഭഗവാൻ തീരുമാനിക്കും മാത്രമേ നിങ്ങൾക്ക് ആ സാക്ഷാത്കാരം കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ. അല്ലാതെ ഒന്നും നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ശരിയായ അവധൂതരെന്താണ്, ശരിയായ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ വ്യക്തി എന്താണ്, അല്ലാതെ അഭിനയിക്കുന്നവരെന്താണ്, അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന എന്താണ്. നിങ്ങൾ തന്നെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. ഞാൻ പറയുന്ന തെറ്റാണ്, നിങ്ങൾ തള്ളിക്കളയുക. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ശിവശിവ എന്നുള്ള 2 അക്ഷരം നിങ്ങൾ ഇങ്ങനെ ജപിച്ചാൽ അതൊരിക്കലും വെറുതെ ആകത്തില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ഈശ്വരനെ അനുഭവിക്കും. നിങ്ങൾ പരമേശ്വരനെ അറിയും. ഇന്നോ നാളെയോ അല്ല, ചിലപ്പം ഘട്ടങ്ങളായിട്ട്, ചിലപ്പം വർഷങ്ങളെടുക്കാം. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന വെറുതെ ആകത്തില്ല ഒരിക്കലും. പിന്നെ കുണ്ടലിനിയിൽ ഉണ്ടാകുന്ന ഉണർവ്, അത്
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തെ ഐശ്വര്യം എല്ലാം നേടിത്തരും. നിങ്ങളത് ആഗ്രഹിക്കുന്നതല്ല, നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ അതോടൊപ്പം ശിവഭഗവാന്റെ സഹായം എപ്പോഴും ഉണ്ടാകും. ഇവിടെ മന്ത്രോ തന്ത്രോ പൂജയോ ഹോമോ ഒന്നുമില്ല. പ്രാണൻ്റെ കളിയാണ്, പ്രാണൻ്റെ വിദ്യയാണ്, സത്യവിദ്യയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഇനിയും നമ്മൾക്ക് സത്വഗുണം ഉണ്ടാകുമ്പോൾ, ഈശ്വരബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാർത്ഥത മാറും. സ്വാർത്ഥരല്ലായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അനാഹതചക്രം വരെ ബോധം എത്തുമ്പോൾ നമുക്ക് എല്ലാവരോടും സ്നേഹം. അങ്ങനെയുള്ളവരാണ് ഈ മൃഗങ്ങളെ സംരക്ഷിക്കുക, മൃഗങ്ങൾക്ക് വേണ്ടി പോരാടുക, മൃഗങ്ങളെ സംരക്ഷിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ മറ്റു ഈ ആളുകളെ അനാഥ മന്ദിരങ്ങളൊക്കെ ഉണ്ടാക്കി അവരെ സംരക്ഷിക്കുന്നു, അവർക്ക് വേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നു, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. അവിടെയൊക്കെ ഒരു ഈശ്വരീയമായ ഒരു ബോധം ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഈ വിദ്യകളൊക്കെ ചെയ്യാതെ തന്നെ അവരുടെ മുൻജന്മ സുഹൃതം കൊണ്ടും അവരുടെ കർമ്മശുദ്ധി കൊണ്ടും ബോധം മെല്ലെ മേലോട്ട് ഉയരാം. ഇങ്ങനെ തന്നെ ഉണരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായി? പല രീതിയിൽ അത് സംഭവിക്കാം. ഈശ്വരൻ വിചാരിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ സ്വാർത്ഥത ഇല്ലാതാകും ഈശ്വരബോധം ഉണ്ടാകുമ്പോൾ. പിന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടത്തില്ല ഈശ്വരബോധം ഉണ്ടാകുമ്പോൾ. കാരണം ഓരോ വ്യക്തിക്കും ഓരോ ജീവജാലത്തിനും ഈ പ്രകൃതിയിൽ സ്വാതന്ത്ര്യമുണ്ട്. അത് ഈശ്വരൻ അനുവദിച്ചു കൊടുത്തതാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്ന പോലെ മറ്റൊരാൾ നടക്കാവുള്ളൂ, ഞാൻ വിചാരിക്കുന്ന പോലെ മറ്റൊരാൾ ഇരിക്കാവുള്ളൂ. ഇത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഈശ്വരബോധം ഇല്ലാത്തതുകൊണ്ടാണ്. എന്ന് കരുതി തെറ്റ് കണ്ടാൽ പറഞ്ഞു കൊടുക്കണം, ഇല്ല വേണ്ടെന്നല്ല പറഞ്ഞു. പക്ഷെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഈശ്വരബോധം ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ മറ്റുള്ളവരെ കളിയാക്കുക, പൊങ്ങച്ചം പറയുക, ഞാനെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചിന്തിച്ചാൽ ഈശ്വരബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ഈശ്വരബോധം ഉണ്ടായാൽ ആരും ഒന്നും പറയത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനൊരു വട്ടപൂജ്യമാണെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുമില്ലായ്മ ധ്യാനിക്കുന്ന ആളാണ്. പിന്നെ സത്യമായി എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത്, നമ്മളൊരു വലിയ സംഭവമാണെന്ന്, അല്ലെ നമ്മൾ എന്തോ ഇതാന്ന് വിചാരിച്ചാൽ നമ്മൾ തീർന്നു, അവിടെ കൊണ്ട് ഞാനും തീർന്നു. ഞാൻ ഒന്നുമില്ലായ്മ ധ്യാനിക്കുന്ന ആളാണ്. അപ്പോൾ പൊങ്ങച്ചം പറയുക, മറ്റുള്ളവരെ കളിയാക്കുക, ആവശ്യമില്ലാതെ അഭിപ്രായം പറയാം മറ്റുള്ളവരെക്കുറിച്ച്, ഇതൊക്കെ ഈശ്വരബോധം ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അവിടെയൊന്നും ഈശ്വരനെ അറിഞ്ഞിട്ടില്ലെന്നേ, ഇതൊക്കെ അഭിനയിക്കുന്നതാണ്. ഈശ്വരനെ അറിഞ്ഞവരാലും അങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞ് പൊതുവായിട്ട് പറഞ്ഞതാ, സാമാന്യമായിട്ട് പറഞ്ഞതാ. നിങ്ങൾക്ക് ആലോചിച്ച് ശരിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാതെ തള്ളിക്കളയാം. ഇത് ലോകം ഉണ്ടായപ്പം തൊട്ടുള്ള മനുഷ്യരുടെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ പലരും ഈശ്വരനെ അറിഞ്ഞവർ ശരിക്കും മിണ്ടത്തില്ല, അറിയാത്തവരാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണ് ഈശ്വരൻ, ഇങ്ങനെയാണ് ഈശ്വരൻ അതാണ് ഇതാണ്. ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ്, ശുദ്ധബോധമാണ് എന്നുള്ളതാണ്. ഇനിയും ഈ നമ്മൾക്ക് ഈശ്വരബോധം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായി വരുന്ന സന്തോഷം അതെന്നും നിലനിൽക്കുന്നതാണ്. അത് വേറൊരാൾക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണഗതിയിൽ ഇന്ന് സന്തോഷം കണ്ടെത്തുന്നത്, നമുക്ക് സന്തോഷം വേണമെന്ന് തോന്നുമ്പോൾ നല്ലൊരു സിനിമ കാണാൻ പോകുന്നു, അല്ലെ നല്ലൊരു പാട്ട് കേൾക്കുന്നു, അല്ലെ നല്ലൊരു ഡാൻസ് കാണുന്നു, നല്ലൊരു ഫുഡ് കഴിക്കുന്നു, അല്ലെ നല്ലൊരു യാത്ര പോകുന്നു. ഇതൊക്കെയാണ് ആളുകൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത്. പക്ഷേ ഈ സന്തോഷമൊക്കെ അത് കഴിയുമ്പോൾ അങ്ങ് പോകും. പിന്നെ അടുത്ത സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. എന്നാൽ ഈ സത്യമായ വിദ്യ ചെയ്ത് ഉള്ളിലുണ്ടാകുന്ന സന്തോഷം ഒരിക്കലും അവസാനിക്കത്തില്ല. അതാണ് ഈ യോഗ്യമാരും ഇവരെല്ലാം നിത്യമായ ആനന്ദത്തിലാണ്. ഈ ഞാൻ കാണിച്ച അവധൂതരെല്ലാം ഇവരെല്ലാം ആനന്ദത്തിലാണ്. ആ ആനന്ദം ഒരിക്കലും അവസാനിക്കുന്നതല്ല, എന്ന് നിലനിൽക്കുന്നതാണ്. പിന്നെ എന്തു ചെയ്താലും ആ ഈശ്വരൻ്റെ കഴിവുകൊണ്ടാണ് എന്നൊരു ചിന്ത വരും. ഈശ്വരബോധം ഉണ്ടാകുന്നത് ഞാനല്ല, ഈശ്വരൻ്റെ കഴിവുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഈശ്വര ചിന്ത വരുമ്പോഴാണ് നമ്മൾ ശരിക്കും പ്യൂരിഫൈ ചെയ്യുന്നത്. ഞാനെന്നുള്ള അഹങ്കാരം അവിടെ ഇല്ലാതാകുന്നു, ഞാനെന്നുള്ള അഭിമാനം ഇല്ലാതാകുന്നു. ഇതൊക്കെ ഈ വിദ്യ ചെയ്താൽ കിട്ടും. ഈ ശിവശിവ എന്ന 2 അക്ഷരം തന്നെ മുൻജന്മ പാപങ്ങളെ ഇല്ലാതാക്കും, ഈ ജന്മത്തിലെ പാപത്തെ ഇല്ലാതാക്കും. ഈ ജന്മ പാപങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകത്തില്ല. മാത്രമല്ല ശിവശിവ എന്നാൽ ഈശ്വരനായി തീരും. ശിവശിവ എങ്കിലർ തീവണയാളർ, ശിവശിവ என்றடா തീവണയുമാലും, ശിവശിവ என்றடா തേവരുമാവർ, ശിവശിവ എന്ന ശിവഗതി താനേ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സത്യവിദ്യയാണ്. ഇത് ഒന്നിനും വേണ്ടിയല്ല. എനിക്കിന്ന് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയും, ചുമ്മാ കുറേ മണ്ടത്തരങ്ങൾ അബദ്ധങ്ങൾ ഇല്ലാത്ത കാര്യവും
കേട്ടാൽ നിങ്ങൾക്കും ഗുണമില്ലെന്നറിയാം, എനിക്കും ഗുണമില്ലെന്നറിയാം. അങ്ങനെ കുറേ പൊട്ടത്തരങ്ങൾ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കണ്ടു, വീഡിയോ ചിലപ്പം കണ്ടെന്നിരിക്കും. ഈ ആളുകൾക്ക് ഈ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും അബദ്ധങ്ങളും കാണാൻ ആളുകൾക്ക് ഇഷ്ടം കൂടുതലും. നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ആളുകൾ അധികം കാണത്തില്ല. വ്യൂസിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്താൽ മതി, പക്ഷെ നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം, പക്ഷെ ഞാൻ പറയുന്ന കാര്യം അതറിയുന്നവർക്ക് ഗുണമുണ്ടാകണം. അതിനൊരു സത്യമുണ്ട്. ഞാൻ ഈ നിമിഷം ഇവിടെ ഇരുന്നുകൊണ്ട് മരിച്ചു പോയാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഞാൻ ചെയ്ത സത്യസന്ധമായിട്ടാണ്, ഞാൻ പറഞ്ഞ സത്യസന്ധമായിട്ടാണ്, ഞാൻ പ്രാർത്ഥിച്ച സത്യസന്ധമായിട്ടാണ്. എനിക്കത് മതി. അത്രയും ചിന്തിക്കുന്നില്ല, വേറൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ഈ നിമിഷം സത്യസന്ധമായിട്ടാണ് എല്ലാം പറയുന്നത്. അതൊരാൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണ്, ഒരാളെ നല്ല വഴി നയിക്കുന്ന കാര്യമാണ്, അല്ലാതെ വഴി തെറ്റിക്കുന്ന കാര്യമല്ല. വഴി തെറ്റിയവരെ നേർവഴിക്ക് നയിക്കുന്ന കാര്യമാണ്. ഒരാളെ ഈശ്വരനെ അറിയുന്ന കാര്യമാണ്, പരമേശ്വരനെ അറിയുന്ന കാര്യമാണ്, നന്മ മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. ആ ഒരൊറ്റ ചിന്ത, ആ ഒരൊറ്റ സന്തോഷം മതി എനിക്ക്. അല്ല വേറെ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് പറയാം. പറഞ്ഞ മനസ്സിലായോ? അപ്പം എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പ് ഒരു ചെറിയ കോമഡിയും കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ, എന്നെ അറിയാവുന്നൊരു പയ്യനാണ്. ആ പയ്യന് അത് നടന്ന ഒരു സംഭവമാണ്. അവന് എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്നെ ചേട്ടായി എന്നാണ് വിളിച്ചു. ചേട്ടായി, കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. അപ്പോൾ ഇവൻ എവിടെയോ കേട്ടതും ആരോ പറഞ്ഞതൊക്കെയാണ്. അതുകൊണ്ടെന്നാ ഭയങ്കര സംഭവമാണ്. ഞാനൊന്നും അറിയാൻ വയ്യാത്ത പോലെ ചോദിച്ചു, അത് എന്നാ സംഭവം, അതെങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഞാൻ ആരോടും അങ്ങോട്ടൊന്നും പറയത്തില്ല. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ അനുഭവിച്ചാൽ പോലെ. ഒരാളോട് പറയണമെന്ന് സമർത്ഥിക്കണോ അങ്ങനെയുള്ള രീതിയൊന്നും എനിക്കില്ല. പിന്നെ ചോദിച്ചാൽ അത് തെറ്റാണ് അല്ല ഇതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞോളൂ, അല്ലാതെ അങ്ങോട്ട് പറയുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എപ്പോഴേ. കാരണം ചിലർക്ക് പറഞ്ഞാലും മനസ്സിലാവുന്നവരോട് ചിലപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇവൻ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ എവിടെയോ കളരി പഠിക്കാൻ പോകുമോ, എവിടെയോ ഒരു ആശാൻ ഇവനോട് പറഞ്ഞു കൊടുത്തു, കുണ്ടലിനി ശക്തി ഉണർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, എല്ലാവരും വശ്യമാണ്, എല്ലാവരും പുറകെ നടക്കും, ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എങ്ങനെ? ഇവൻ പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ആ പ്രാർത്ഥന ചെയ്യണം, ഈ പ്രാർത്ഥന ചെയ്യണം, അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, ഇത് ചെയ്യണം, യോഗ ചെയ്യണം ഒക്കെ ഇവൻ പറഞ്ഞു. ലാസ്റ്റ് ഇവൻ എന്നോട് പറയുകയാണ്, എൻ്റെ ചേട്ടായി ഇത് ചെയ്ത് കഴിയുമ്പോൾ ഉച്ചയാകും, ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്നൊരു കുഴപ്പമുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ചിരിച്ചു പോയി. ഇതുപോലെ കുണ്ടലിനി ശക്തിയെക്കുറിച്ച് ഓരോരുത്തർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ അവനോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം, അവസരം കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു സമയം വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ശുദ്ധ അബദ്ധങ്ങളാണ്, അതിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ്. ഞാനീ പറഞ്ഞതെല്ലാം സത്യം. നിങ്ങൾ ചുമ്മാ ഈ മണ്ടത്തരങ്ങൾ പുറകെ ഒന്നും പോകരുത്. സത്യമായ കാര്യങ്ങളെ വെറുതെ ജീവിതം കളയരുത്. ഇവരുടെയൊക്കെ പുറകെ നടന്ന് ഇവർക്കൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തുള്ളൂ. ഇവരുടെയൊക്കെ ചുമ്മാ മണ്ടത്തരം പറയുന്നവരുടെയൊക്കെ പുറകെ നടന്ന് ഒരിക്കലും നിങ്ങൾ സത്യമുള്ള കാര്യത്തിന് പുറകെ നടക്കുക. ചിലപ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നല്ല ഈ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടാകും. അതൊന്നും കുണ്ടലിനിയാണെന്നോ ഒന്നും വിചാരിക്കരുത്. മനസ്സിലായില്ലേ? നമ്മൾ വെറുതെ പല രീതിയിൽ ധ്യാനിക്കുമ്പോൾ ചില അനുഭൂതികളുണ്ടാകും. അത് പറഞ്ഞാൽ കുണ്ടലിനിയാണെന്ന് വിചാരിക്കരുത്. അത് ചില അനുഭൂതികൾ മാത്രമാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങളുടെ നട്ടലിനെ പുറകെ ഒരാളൊരു മൈപ്പിലിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അനുഭൂതി ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ ചില അനുഭൂതികളുണ്ടാകും പല വിദ്യകൾ ചെയ്യുമ്പോൾ. എന്നാൽ കുണ്ടലിനിയാണെന്നോ അല്ലെങ്കിൽ അത് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നതിന് അർത്ഥമില്ല. സത്യമുള്ള നിങ്ങൾക്ക് ശരിയായ ഉള്ളിൽ ആ ഉണർവുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സത്യബോധം ഉണ്ടായി വരും. സത്യബോധം, നിങ്ങൾ പറയുന്ന കാര്യമെല്ലാം സത്യസന്ധമായിരിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായിട്ട് ചെയ്യും. നിങ്ങൾ കള്ളത്തരങ്ങൾ പറയാതിരിക്കും. അങ്ങനെ സത്യബോധം ഉണ്ടായി വരും. പിന്നെ നിങ്ങൾക്ക് നന്മ ഉണ്ടായി വരും. നിങ്ങളുടെ സ്നേഹം സത്യസന്ധമായിരിക്കും. ഒരാൾ സാർദ്ധതയില്ലാത്ത സ്നേഹം ഉണ്ടാവും. നിങ്ങൾ പിന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കളിയാക്കത്തില്ല, ആവശ്യമില്ലാതെ സംസാരിക്കത്തില്ല. നിങ്ങൾ കൂടുതൽ സമയം ആ ഈശ്വരനെ ബോധത്തെ നിങ്ങൾ അനുഭവിക്കും. അതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. പറഞ്ഞ് മനസ്സിലായില്ലേ? അല്ലാതെ ചുമ്മാ വളവളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അതൊരു പ്രഭാഷണം ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ആർട്ട്. അതൊരു കലയാണ്. അല്ല അതിന് ആത്മീയത അനുഭവമാണ്.
ഈശ്വരന് അനുഭവമാണ്, അറിവല്ല. അനുഭവമാണ് ഈശ്വരൻ. അനുഭവം അറിവും രണ്ടും രണ്ടാണ്. അറിവ് ആവശ്യത്തിന് വേണം, പക്ഷെ അനുഭവത്തിലൂടെയാണ് ഈശ്വരനെ അറിയാൻ പറ്റുള്ളൂ. ശിവൻ അറിവല്ല, അനുഭവമാണ് കേട്ടോ, എപ്പോഴും മനസ്സിലാക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.